രുചികളുടെ പുഴയോരത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ കുടംപുളിയിട്ട് തേങ്ങ കൊത്തിട്ട് പറ്റിച്ചുലത്തുന്നതാണ്. അത് 1/2 കിലോ ചെമ്മീൻ പൊളിച്ച് വൃത്തിയാക്കി എടുക്കുന്നു. അതിൻ്റെ ചേരുവകൾ പറയാം. കുടംപുളി 2-3-4 കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ചെമ്മീൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്നു. തേങ്ങാക്കൊത്ത് 1 മുറി തേങ്ങ കൊത്തി വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി 3-4 കഷ്ണം വെളുത്തുള്ളി, ചുമന്നുള്ളി ഒരു 10-15 എണ്ണം, ഇഞ്ചി അടുപ്പിൽ വയ്ക്കുന്നു ഉപ്പും ചേർത്ത്. കുറേശ്ശെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വഴറ്റാൻ വേണ്ടി വെച്ചിരിക്കും. 3-4 തണ്ട് കരുവേപ്പിലയും. ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ച് കുടംപുളിയും ചേർത്ത് വെള്ളം ഒഴിച്ച് പറ്റിക്കുന്നു ഉപ്പും ചേർത്ത്. നന്നായി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് പറ്റിക്കഴിയുമ്പോൾ ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. പുളിയും അതിൻ്റെ കഴുകിയ വെള്ളവുമാണ് ഒഴിച്ചത്. അതിനുശേഷം അത് മൂടി വെച്ച് വേവിക്കുന്നു. ആ വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് അത് ഉലർത്തിയെടുക്കാം. കുറച്ചും കൂടി വെള്ളം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് നല്ലോണം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വേവിച്ച് വെള്ളം പറ്റട്ടെ. നമുക്ക് പറ്റി കഴിയുമ്പം നമുക്ക് ചെയ്യാം. വെള്ളം പറ്റി നല്ലോണം ഉപ്പും പുളിയെല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലവണ്ണം ചൂടാകുമ്പോൾ 1 സ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം 1 സ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഉണ്ട്. അത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഏകദേശം മൂത്ത് വരുന്നു. അതിലേക്ക് അല്പം കരിവേപ്പില ചേർത്ത് നന്നായി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കാം. അതിലേക്ക് നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ പറ്റിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും തേങ്ങാക്കൊത്തും എല്ലാം ഇതിലേക്ക് ചേർക്കാം. അത് നല്ല മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി അത് ഇതിലേക്ക് ചേർക്കാം.
1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. കുരുമുളക് പൊടി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചതിൻ്റെ ഒരു മണം നന്നായി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ രഹസ്യം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പിലയും കുരുമുളക് പൊടി. അതിനുശേഷം നമുക്ക് ചെമ്മീനും പുളി പെറുക്കി മാറ്റിയതിന് ശേഷം വേണം ചെമ്മീൻ ചേർക്കാൻ. നന്നായി ഇളക്കി നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പം ഏകദേശം നല്ല ആയി, നല്ല വെള്ളമെല്ലാം പറ്റി എണ്ണയൊക്കെ പിടിച്ചു, നല്ല പറ്റിച്ചുലർത്തിയതിൻ്റെ നല്ല മണവും എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്നൊരു കറിക്കൂട്ടാണ്. എല്ലാവരും ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നല്ലല്ല.